ഹലോ ഫ്രണ്ട്സ്, സെലീസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്വീറ്റ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ദീപാവലി സ്പെഷ്യൽ ലഡുവാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി ഇതുണ്ടാക്കാൻ. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും അതിനാവശ്യമായ സാധനം എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിനായി ഒരു കപ്പ് കടലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്, ഒരു കപ്പ് കൂമ്പിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്, ഒരു കപ്പ് പഞ്ചസാര, കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും, പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ യെല്ലോ ഫുഡ് കളർ, ഇതെല്ലാമാണ് ആവശ്യമായത്. ഒരു ബൗളിലേക്ക് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. കടലപ്പൊടി ഞാൻ കൂമ്പിച്ചാണ് എടുത്തിരിക്കുന്നത്, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്, മധുരത്തിന് എപ്പോഴും ഒരു പിഞ്ച് ഉപ്പ് മധുരം ക്രമീകരിക്കാൻ ചേർത്ത് കൊടുക്കണം. അതേപോലെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, ഒരു പിഞ്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ആദ്യം ഞാൻ 1/2 കപ്പ് ഒഴിച്ച് കൊടുത്തു, ബാക്കി 1/4 കപ്പുകൾ ഒഴിച്ച് കൊടുത്ത് ഈ ബാറ്റർ ഒരു ദോശമാവിൻ്റെ രൂപത്തിലാക്കി എടുക്കണം. ഇഡ്ലി മാവിൻ്റെ രൂപത്തിലല്ല, ദോശമാവിൻ്റെ രൂപത്തിലാക്കി എടുക്കണം. നല്ല പോലെ മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 2 ഡ്രോപ്സ് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഓറഞ്ച് ലഡു വേണമെന്നില്ലെങ്കിൽ ഓറഞ്ച് ഫുഡ് കളറും ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്തും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ബൂന്തി ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു കടായി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ല പോലെ ചൂടാവണം ഈ ബൂന്തി തയ്യാറാക്കാൻ. ഇത് ഞാൻ ഇതേപോലെ ഒരു ഓട്ട കയ്യിലാണ് ഞാൻ ഇതിലേക്ക് ബൂന്തി ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. ഇതേ രൂപത്തിൽ വേറെ എന്തുമാണെങ്കിൽ ഉപയോഗിക്കാം. അപ്പോൾ ഓയിൽ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാറ്ററി ഈ ഓട്ടത്തവയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിന് മുകളിലൂടെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ബോൾസ് മാതി ഇതേപോലെ ബൂന്തി താഴോട്ട് വീഴുന്ന കണ്ടില്ലേ, മുത്തുമണി പോലെ നിൽക്കുന്നുണ്ട്. ഇനി ലോ ഫ്ലെയിമിലാക്കിയിരിക്കണം. ഫ്ലെയിം കൂട്ടി കൊടുക്കുക, അതിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കോരിയെടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് ഫ്രൈ ആവും. കൂടുതൽ കളറ് മാറിയാൽ കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇനി നമുക്ക് ഇതിൽ നിന്നും കോരിയെടുക്കാം. ഇത്രയും മതിയാവും. അങ്ങനെ ആദ്യത്തെ ബാച്ച് നമ്മൾ ബൂന്തി റെഡിയായി. ഇനി അടുത്ത ബൂന്തി തയ്യാറാക്കുമ്പോൾ ഓയിൽ നല്ല പോലെ ചൂടായതിനു ശേഷമാണ് ഇതേപോലെ വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങേണ്ടത്. ഇതിന് മുകളിലൂടെ ഇതേപോലെ ചുറ്റിച്ചു കൊടുക്കുക, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇതിൻ്റെ ഷേപ്പിലൊന്നും ഒരു പ്രശ്നമില്ല. ഇത് നമ്മൾ ഒന്ന് മിക്സിയിൽ ഫ്രൈ ചെയ്തതിന് ശേഷം മിക്സിയിലൊന്ന് പൾസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ലഡു ഉണ്ടാക്കാൻ തുടങ്ങേണ്ടത്. ഇനി ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഇതിൽ നിന്നും കോരിയെടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ യെല്ലോ കളറ് നഷ്ടപ്പെടും, കൂടുതൽ ക്രിസ്പി ആകുമ്പോഴേക്കും. അപ്പോൾ നമ്മുടെ ബൂന്തി എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷമാണ് ഒന്ന് പൾസ് ചെയ്ത് എടുക്കേണ്ടത്. ഈ സമയം നമുക്ക് പഞ്ചസാര സിറപ്പ് തയ്യാറാക്കാം. ഒരു പാൻ സ്റ്റൗവിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാരയിലേക്ക് 3/4 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇനി ഇത് നല്ല പോലെ മെൽറ്റ് ആവട്ടെ. ഇതിലേക്ക് 2 ഡ്രോപ്സ് യെല്ലോ കളർ ഇതിലും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ മെൽറ്റായി ഒരു നൂൽ പരുവം ഒന്നും ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഉരുകിയാൽ മതിയാവും. ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത്, ഇത് നല്ലൊരു മസ്റ്റാണ്. ഇതിലേക്ക് ആ ലഡുവിന് പ്രത്യേക ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴും. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഒന്ന് തിക്കായി വരുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. നെയ്യൊന്ന് മെൽറ്റാക്കി എടുക്കണം. അതിനുശേഷം ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇട്ട് കൊടുക്കാം.
ഇപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതിൽ നിന്ന് നെയ്യിൽ നിന്നും മാറ്റാം. ഇത്രയും മതിയോ? നമ്മളെ ബൂന്തി എല്ലാം തണുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതിയാവും. ഞാൻ 3 ബാച്ചായിട്ടാണ് ഇത് പൾസ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ബൂന്തി എല്ലാം റെഡിയായി. ഇനി നമുക്കിത് പഞ്ചസാര സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാര സിറപ്പ് ഒരു നൂൽ പരുവം ആവരുത്. അതിനിടയ്ക്ക് തന്നെ ഏകദേശം ഒന്ന് ഒഴുകിയിരുന്ന രൂപത്തിലാകുമ്പോൾ തന്നെ നമ്മളിത് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷമാണ് ഈ ബൂന്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അതിനുശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. വളരെ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ. ഇതിൽ കിടന്ന പഞ്ചസാര സിറപ്പ് എല്ലാ ഭാഗത്തൊന്നും പിടിക്കട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി തണുക്കുമ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ തണുക്കുമ്പോൾ ഇത് തിക്കായി വരും. ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് ബാക്കിയുള്ള നെയ്യും ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ മിക്സ് ചെയ്ത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. കൂടുതൽ തണുക്കരുത്. ഏകദേശം കുറഞ്ഞൊന്ന് തണുത്ത് വരുമ്പോൾ തന്നെ നമ്മളിത് ലഡു ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങണം. ഏകദേശം തണുത്തിട്ടുണ്ട്. കൂടുതൽ തണുത്തിട്ടില്ല, എന്നാലും ഏകദേശം ചൂടുണ്ട്. ഈ സമയത്ത് വേണം ഈ ലഡു തയ്യാറാക്കാൻ. ഏകദേശം ഒരു ചെറിയ ബോൾസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇളം ചൂടുള്ള സമയത്ത് തന്നെ ഇതേപോലെ ബോൾസാക്കി എടുക്കണം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുകയുള്ളൂ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അങ്ങനെ നമ്മളെ ലഡു എല്ലാം റെഡിയായി. ഞാൻ ഈ ഒരളവ് കൊണ്ട് ചെറിയ ബോൾസാണ് ഒരു 20 എണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് ഇത് കേട്ടോ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ ഈസി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം.